എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 95, 96 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 95ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 96ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ബലവാന്മാരായിട്ടുള്ള രാജാക്കന്മാർ വന്നു എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് അവരൊക്കെ വളഞ്ഞു നിൽക്കുകയാണ്, ശ്രീകൃഷ്ണനും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കൊട്ടാരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് വർണ്ണിക്കുകയാണ്. നമുക്ക് ആദ്യം 95ാമത്തെ ശ്ലോകം നോക്കാം. വിദർഭരാജേന നിയുജ്യമാനേ സുതാപ്രദാനേ കൃതനിശ്ചയേന പുരോഹിതേ ജുഹ്വതി ശാന്തികാരം വ്യജൃംഭതവ്യോമനി ധൂമരാജി. നമുക്ക് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിദർഭരാജേന നിയുജ്യമാനേ സുതാപ്രദാനേ കൃതനിശ്ചയേന പുരോഹിതേ ജുഹ്വതി ശാന്തികാരം വ്യജൃംഭത വ്യോമനി ധൂമരാജി. പദച്ഛേദം ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് പദങ്ങൾ പരിചയപ്പെടാമെന്ന്. വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ്. ഇവിടെ കൊട്ടാരത്തിൽ ഭീഷ്മക മഹാരാജാവ് വിവാഹത്തിനുള്ള ഒരുക്കം എന്താണ് തുടങ്ങിയത് എന്നാണ് പറയണത്. സുതാപ്രദാനേ കൃതനിശ്ചയേന വിദർഭരാജേന. സുതാപ്രദാനേ, സുത എന്ന് പറഞ്ഞാൽ മകള് എന്നർത്ഥം. സുതാപ്രദാനേ എന്ന് പറഞ്ഞാൽ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കൃതനിശ്ചയേന നിശ്ചയിച്ചുറപ്പിച്ചവനായ ഭീഷ്മക മഹാരാജാവിനാൽ വിദർഭരാജേന. അപ്പോൾ ഭീഷ്മക മഹാരാജാവിൻ്റെ മനസ്സിൽ മുഴുവനും ശ്രീകൃഷ്ണന് തൻ്റെ മകളെ കൊടുക്കണം, വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. രുക്മിക്ക് അങ്ങനെയല്ല, തൻ്റെ സഹോദരിയെ ശിശുപാലിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ്. എന്തായാലും വിവാഹം നടക്കും എന്നുള്ള കാര്യം ഭീഷ്മകന് അറിയാം. മാത്രമല്ല ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നുള്ളതും ഭീഷ്മകന് അറിയാം. അതുകൊണ്ട് ആ വിവാഹം തന്നെയാണ് നടക്കാൻ പോണത് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ചില കാര്യങ്ങളിലേക്കൊക്കെ പുറപ്പെട്ടു. അതാണ് പറയണത്. സുതാപ്രദാനേ കൃതനിശ്ചയേന വിദർഭരാജേന നിയുജ്യമാനേ പുരോഹിതേ. ആ മഹാരാജാവിനാൽ ഏർപ്പാടാക്കിയ പുരോഹിതൻ, ആ പുരോഹിതൻ എന്താ ചെയ്തത്? ശാന്തികാരം ജുഹ്വതി സതി. ശാന്തികാരം എന്ന് പറഞ്ഞാൽ ശാന്തി വിധായകമായിട്ടുള്ള ഒരു കർമ്മം. അതായത് വിവാഹത്തിൻ്റെ ആരംഭമായിട്ട് എല്ലാവർക്കും സ്വസ്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പൂജ അല്ലെങ്കിൽ ഒരു ഹോമം, അത് പുരോഹിതൻ ചെയ്തു. ഏത് പുരോഹിതനാണ് ചെയ്തത് എന്നാണെങ്കിൽ ഭീഷ്മക മഹാരാജാവ് ഏർപ്പാടാക്കിയ നിയോഗിച്ചിട്ടുള്ളൊരു പുരോഹിതൻ. വിവാഹത്തിന് പുരോഹിതന്മാരുണ്ടാവും. ആ പുരോഹിതൻ എന്തു ചെയ്തു? ആദ്യം തന്നെ ശാന്തികാരം എന്നുള്ളൊരു പൂജ അല്ലെങ്കിൽ ഒരു ഹവനം ചെയ്തു വച്ചപ്പോൾ തന്നെ, അതാണ് പുരോഹിതേ ശാന്തികാരം ജുഹ്വതി. അങ്ങനെ ആ ഒരു ചെറിയ യാഗം പോലെ, അതുകൊണ്ടാണ് ജുഹ്വതി എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു പൂജ ചെയ്തപ്പോൾ സതിസപ്തമിയാണ്. അപ്പോൾ എന്താ ഉണ്ടായത്? ധൂമരാജി വ്യോമനി വ്യജൃംഭത. ധൂമരാജി എന്ന് പറഞ്ഞാൽ പുകയുടെ ഒരു വലിയ കൂട്ടം തന്നെ. അതായത് നെയ്യൊക്കെ അഗ്നിയിൽ ഒഴിക്കുമ്പോൾ പുക ഇങ്ങനെ ഉയർന്നുയർന്ന് മേലോട്ട് പോകും. അത് ആകാശത്തിങ്ങനെ പറന്ന് കളിക്കാൻ തുടങ്ങിയ പുക, അതാണ് ധൂമരാജി വ്യോമനി. ആകാശത്ത് വ്യജൃംഭത, വർദ്ധിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ പുകയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ താഴെ കത്തിച്ചാൽ അതിങ്ങനെ ഉയർന്നിങ്ങനെ മുകളിലേക്ക് പോകും. മുകളിൽ നോക്കിയാലേ പുകയെ കാണുള്ളൂ, താഴത്ത് പുക ഉണ്ടാവില്ല, അധികവും മുകളിലേക്ക് തന്നെയാണ് പോവുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഹോമങ്ങളൊക്കെ തുടങ്ങി എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ അവിടെ വന്നു ചേർന്നിട്ടുണ്ടല്ലോ, ശ്രീകൃഷ്ണനെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭീഷ്മക മഹാരാജാവ് ഹവനങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ പുരോഹിതൻ നല്ല ശാന്തി കർമ്മങ്ങൾ, ഏറ്റവും മനസ്സും ശരീരവുമൊക്കെ സ്വസ്ഥമാവാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ആരംഭിച്ചു, അല്ലെങ്കിൽ പൂജകളൊക്കെ ചെയ്യാൻ ആരംഭിച്ചു. അതിൻ്റെ പുക ആകാശത്തേക്ക് പറന്നു പൊങ്ങി. ദൂരെ നിൽക്കുന്ന എല്ലാവർക്കും, ശ്രീകൃഷ്ണനടക്കം അവിടെ സ്വയംവരത്തിന് വന്നിട്ടുള്ള എല്ലാവർക്കും ആ പുക കാണാറായി എന്നർത്ഥം. അപ്പോൾ എന്താ ചെയ്തത്? അടുത്ത പരിപാടി, അടുത്ത നടപടി എന്തായിരുന്നു എന്നുള്ളതാണ് 96ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. സ്നാതാം ശരചന്ദ്രമരീചികൽപ്പം ക്ഷൗമം വസാനാമുപസൃത്യ കാചിത് വിഭൂഷയന്തീം കില രൂപകാന്ത്യ വിഭൂഷയാമാസ നരേന്ദ്രപുത്രീം. നമുക്ക് ശ്ലോകത്തിൻ്റെ പദച്ഛേദം പറയാം. സ്നാതാം ശരചന്ദ്രമരീചികൽപ്പം ക്ഷൗമം വസാനാം ഉപസൃത്യ
കാചിത് വിഭൂഷയന്തീം കില രൂപകാന്ത്യ വിഭൂഷയാമാസ നരേന്ദ്രപുത്രീം. ഇവിടെയും പദച്ഛേദം അധികമൊന്നും പറയാനില്ല. വസാനാം ഉപസൃത്യ എന്നുള്ള ദിക്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് പറയണതെന്നാണെങ്കിൽ ഒരു സഖി വന്നു, അതാണ് കാചിത്. കാചിത് എന്ന് പറയുന്നത് കൊണ്ട് ഏതോ ഒരുവള് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഒരു തോഴി, രുക്മിണിയുടെ ഏറ്റവും അടുത്തൊരു തോഴി വന്നിട്ട് എന്താ ചെയ്തത്? സ്നാതാം, കുളിച്ച് ശുദ്ധയായി നിൽക്കുന്നവളും അങ്ങനെയൊക്കെയുള്ള രുക്മിണിയെ മാത്രമല്ല ശരചന്ദ്രമരീചികൽപ്പം ക്ഷൗമം വസാനാം. ശരചന്ദ്രമരീചികൽപ്പം, ശരചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശരത്കാലത്തെ ചന്ദ്രനാണ്. നല്ല തെളിഞ്ഞ ആകാശവും തെളിഞ്ഞ നിലാവും ഉള്ളൊരു കാലമാണ് ശരത്കാലം. മേഘത്തിൻ്റെ ഒന്നും മറയില്ല, അതാണ് ശരചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ മരീചി കിരണങ്ങൾ, അതായത് നിലാവ്. ആ നിലാവ് പോലെ, അതാണ് കൽപ്പം എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ട്, അതിന് സദൃശമായിട്ട് നിലാവ് പോലെ, ശരത്കാലത്തെ നിലാവ് പോലെ തെളിഞ്ഞതായ, അത്രയ്ക്ക് വെളുത്തതായ ക്ഷൗമം പട്ടുവസ്ത്രം വസാനാം ഉപസൃത്യ, അത് ഉടുത്തു നിൽക്കുന്നവളായ രുക്മിണിയുടെ അടുത്ത് വന്നിട്ട്, അതായത് കുളിയൊക്കെ കഴിഞ്ഞു ശുദ്ധയായി നല്ല ഭംഗിയുള്ള വെള്ള അല്ലെങ്കിൽ ഒരു ഗൗരവർണം തിളങ്ങുന്ന ഒരു ചന്ദന കളറിലുള്ളതായ, ചന്ദന നിറത്തിലുള്ളതായ പട്ടുവസ്ത്രം ഉടുത്ത് അതിസുന്ദരിയായിട്ട് നിൽക്കുന്നവളായ ആ രുക്മിണിയുടെ അടുത്തേക്ക് വന്നു ഈ തോഴി. എന്നിട്ടോ ഉപസൃത്യ, അടുത്ത് വന്നിട്ട് രൂപകാന്ത്യ വിഭൂഷയന്തീം നരേന്ദ്രപുത്രീം വിഭൂഷയാമാസ. രൂപകാന്ത്യ വിഭൂഷയന്തീം, രൂപത്തിൻ്റെ കാന്തി കൊണ്ട്, ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ആ ശാരീരിക സൗന്ദര്യം കൊണ്ട് വളരെയേറെ സുന്ദരിയാണ് രുക്മിണി. അങ്ങനെയുള്ള രുക്മിണിയെ രാജകുമാരി, അതാണ് നരേന്ദ്രപുത്രിയായിട്ടുള്ള രാജകുമാരിയായിട്ടുള്ള രുക്മിണിയെ വിഭൂഷയാമാസ, വീണ്ടും അലങ്കരിച്ചു. അപ്പോൾ ഇത് പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു ആവർത്തനം പോലെ തോന്നും, പുനരുക്തി പോലെ തോന്നും. ഓൾറെഡി അലങ്കാരമുള്ള ആളാണ്, പിന്നെ എന്തിനാ വീണ്ടും അലങ്കരിക്കണത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം. പക്ഷേ രണ്ടും രണ്ട് തരം അലങ്കാരമാണ്. ഒന്ന് രൂപത്തിൻ്റെ അലങ്കാരം അല്ലെങ്കിൽ പട്ടുവസ്ത്രം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ആയിട്ടുള്ളൂ. ഇനി മറ്റ് വിഭൂഷണങ്ങൾ, മാല, അതുപോലെ പൊട്ട്, കമ്മൽ, വളകൾ, തള, പാദസരം പോലെയുള്ള ആഭരണങ്ങളൊക്കെ അണിയിക്കാനുണ്ട്. മുഖത്ത് പല ചായങ്ങളും തേച്ച് പിടിപ്പിക്കാനുണ്ട്. അങ്ങനെ പലതും ചെയ്ത് ഒന്നുകൂടി സുന്ദരിയാക്കാനുണ്ട്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ രുക്മിണി സുന്ദരി തന്നെയായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ പിന്നെ ഒരുക്കാനൊന്നുമില്ല. അപ്പോൾ സൗന്ദര്യ തികവുള്ളതായ രുക്മിണിയെ പിന്നെയും ഒന്നുകൂടി അലങ്കരിച്ചു സഖി എന്നാണ് കവി പറയണത്. വിഭൂഷയാമാസ, വിഭൂഷകൾ കൊണ്ട് ഒന്നുകൂടി, അലങ്കാരങ്ങൾ കൊണ്ട് ഒന്നുകൂടി ഭംഗിയാക്കി. സുന്ദരിയാണ്, വെറുതെ ഒരു അലങ്കാരങ്ങളും ഇട്ടിട്ടില്ല എങ്കിൽ പോലും സ്വതസിദ്ധമായിട്ടുള്ളൊരു ഭംഗി, പ്രകൃത്യാ സുന്ദരിയാണ്, ജന്മനാ അതിസുന്ദരിയാണ് രുക്മിണി. അപ്പോൾ പിന്നെ ഈ അലങ്കാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എങ്കിലും വിവാഹമൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഒന്നും കൂടിയും അലങ്കരിച്ചു. അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് വിവാഹ മണ്ഡപത്തിലേക്ക്, സ്വയംവര മണ്ഡപത്തിലേക്ക് രുക്മിണി പുറപ്പെടണത്. തന്നെത്താൻ ചെയ്ത അലങ്കാരങ്ങൾ, സഖി വന്ന് ചെയ്തു കൊടുത്തതായ അലങ്കാരങ്ങൾ, ഒരലങ്കാരവുമില്ലെങ്കിലും സുന്ദരിയായിട്ട് നിൽക്കുന്ന രുക്മിണി, ഇതൊക്കെയാണ് കവി ഇവിടെ പറയണത്. അപ്പോൾ ഇവിടെ കാവ്യലിംഗം ഉള്ളതിനെ ഒന്നുകൂടി സമർത്ഥിക്കുക. സുന്ദരിയാണ്, ഒന്നുകൂടി സുന്ദരിയായി എന്ന് സമർത്ഥിക്കുന്നത് കൊണ്ട് കാവ്യലിംഗം എന്ന പേരുള്ള അലങ്കാരമുണ്ട് എന്ന് പറയാം. അതുപോലെ വിഭൂഷണങ്ങൾ ഉള്ളവളെ പിന്നെയും വിഭൂഷണങ്ങൾ കൊണ്ട് സുന്ദരിയാക്കി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുനരുക്തി എന്നുള്ളൊരു ദോഷം വരുമോ എന്ന് ആലോചിക്കാം. പക്ഷേ രണ്ടും രണ്ട് തരം സൗന്ദര്യമാണ്. അവൾക്ക് ഓൾറെഡി ഉള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മാനസികമായിട്ടും വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചത് കൊണ്ടും മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടും ഒക്കെ ഉള്ളതാകുന്ന സൗന്ദര്യമാണ്. അതിനെ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ഒന്നുകൂടിയും സുന്ദരമായിട്ടുള്ള വസ്ത്രങ്ങളുടെ അണിയൽ കൊണ്ടും ആഭരണങ്ങളുടെ ചേർച്ച കൊണ്ടും മുഖത്ത് ചായങ്ങൾ തേച്ച് പിടിപ്പിക്കുന്നത് കൊണ്ടും പൊട്ട് കുത്തുന്നത് കൊണ്ടും കമ്മൽ ഉണ്ടാക്കുന്നതും കമ്മൽ ഇടുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നതായ സൗന്ദര്യം, ആ സൗന്ദര്യം വർദ്ധിപ്പിക്കലിനെയാണ് കവി ഇവിടെ വർണ്ണിച്ചത്. ഇനി സ്വയംവരത്തിനുള്ള പുറപ്പാട് അടുത്ത ദിവസം കാണാം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വിദർഭരാജേന നിയുജ്യമാനേ സുതാപ്രദാനേ കൃതനിശ്ചയേന പുരോഹിതേ ജുഹ്വതി ശാന്തികാരം വ്യജൃംഭതവ്യോമനിധൂമരാജി
സ്നാതാം ശരചന്ദ്രമരീചികൽപ്പം ക്ഷൗമം വസാനാമുപസൃത്യ കാചിത് വിഭൂഷയന്തീം കില രൂപകാന്ത്യ വിഭൂഷയാമാസ നരേന്ദ്രപുത്രീം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.